റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. ബാൻബറി പട്ടണത്തിലെ സെന്റ് മേരീസ് ചർച്ചിന്റെ പരിസരത്ത് യുവതിയെ കൂട്ടമായി പീഡിപ്പിച്ചു. 30 വയസ്സ് മാത്രം പ്രായമുള്ള സ്ത്രീയെ ഞായറാഴ്ച പുലർച്ചെയാണ് ഒരു കൂട്ടം പുരുഷന്മാർ ആക്രമിച്ചതെന്ന് തേംസ് വാലി പോലീസ് അറിയിച്ചത്. സംഭവത്തിൽ കുറ്റവാളികളെ സഹായിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്ന മറ്റൊരു സ്ത്രീയെ കണ്ടെത്തുവാനാണ് പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഭീകരമായ ഈ കുറ്റകൃത്യം നടത്തിയ പ്രതികളെ കണ്ടെത്തുവാൻ അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിറ്റക്ടീവ് സർജൻ മാർക്ക് പോസോണിയൻസ് പറഞ്ഞു. അന്നത്തെ രാത്രി 12 മുതൽ പുലർച്ചെ 2:30 വരെ പ്രദേശത്തെ ആരെങ്കിലും എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബ്രിട്ടനിൽ അടുത്ത ബന്ധുക്കളുമായി വിവാഹം നടത്തുന്നതിനെ പിന്തുണച്ചു എന്നാരോപിച്ച് NHSനെതിരെ കടുത്ത പ്രതിഷേധങ്ങൾ ഉയർന്നുവന്നു. NHSന്റെ ഇംഗ്ലണ്ട് ജിനോമിക്സ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ ഇത്തരം വിവാഹങ്ങൾ ജനിതക രോഗങ്ങൾക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും നിരോധിക്കുന്നത് സമൂഹങ്ങളെ അപമാനിക്കുമെന്നും സാംസ്കാരിക പാരമ്പര്യത്തെ അവഗണിക്കുമെന്നും പറഞ്ഞാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെ ന്യായീകരിക്കുന്നതിന് പകരം കൗൺസിലിംഗ്, പൊതുജന ബോധവൽക്കരണം തുടങ്ങിയവയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന അഭിപ്രായമാണ് വിവിധ കോണുകളിൽ ഉയർന്നു വന്നിരിക്കുന്നത്. ബ്രിട്ടീഷ്, പാകിസ്ഥാനി, മുസ്ലിം സമുദായത്തിൽ കൂടുതലായി കണ്ടുവരുന്ന ഇത്തരം ബന്ധുവിവാഹങ്ങൾ സിസ്റ്റിക് ഫൈബ്രോസിസ്, സിക്കൽ സെൽ രോഗം തുടങ്ങിയ ജനിതക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് നിരവധി ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷെഫീൽഡ്, ഗ്ലാസ്ഗോ, ബർമിംഗ്ഹാം പോലുള്ള നഗരങ്ങളിൽ ചികിത്സയ്ക്കായി വരുന്ന ജനിതക രോഗങ്ങളിൽ 20% വരെ പാകിസ്ഥാനി വംശജരാണ്. ഇതിന് NHS പ്രതിവർഷം കോടിക്കണക്കിന് പൗണ്ട് ചെലവഴിക്കുന്നതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. ഷെഫീൽഡിൽ 35 വയസ്സുകാരിയും ഒരു കുട്ടിയുടെ അമ്മയുമായ നതാഷ ഹ്യൂവി തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതിനെ തുടർന്ന് മരണമടഞ്ഞ സംഭവത്തിൽ NHSനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു. തലവേദന, തലചുറ്റൽ തുടങ്ങിയ ഗുരുതര രോഗലക്ഷണങ്ങൾ ഉണ്ടായിട്ടും 111 എന്ന ഹെൽപ്പ് ലൈൻ വഴി ബന്ധപ്പെട്ടപ്പോൾ അത് ചെവി അണുബാധയാണെന്ന് തെറ്റിദ്ധരിച്ച് ആശുപത്രിയിലേക്ക് അടിയന്തരമായി റഫർ ചെയ്യാതിരുന്നത് ദാരുണാന്ത്യത്തിന് കാരണമായി. 2022 സെപ്റ്റംബർ 8 ക്രിസ്മസിന് ഒരാഴ്ച മുമ്പ് ചികിത്സ ലഭിക്കുവാൻ വൈകിയതോടെയാണ് നതാഷ മരിക്കാൻ കാരണമായത്. ഭർത്താവ് നിക്ക്, 16 മാസം പ്രായമായ മകൻ ഹാരിയും അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ തോരാ കണ്ണീരാണ് ഈ സംഭവം. ബ്രിട്ടനിലെ ലക്ഷക്കണക്കിന് ആളുകളെ വംശീയ വിശുദ്ധ ആശയങ്ങളിലേക്ക് ആകർഷിക്കുന്നതിന് ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ നിർണായ പങ്ക് വഹിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. അടുത്തിടെ വിവിധ സ്ഥലങ്ങളിൽ കടുത്ത കുടിയേറ്റ വിരുദ്ധ വംശീയ പ്രക്ഷോഭങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചിരുന്നു. വയോധികരും സാധാരണ ജീവിതം നയിക്കുന്നവരുമാണ് അധികവും ഇത്തരം ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരായിരിക്കുന്നതെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ദി ഗാർഡിയൻ നടത്തിയ അന്വേഷണത്തിലാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാരെ ബാധിക്കുന്ന നിർണായക വിവരങ്ങൾ പുറത്തുവന്നത്. ഇത്തരം ഗ്രൂപ്പുകൾ വ്യക്തികളെ അക്രമചിന്തകളിലേക്കും കടുത്ത നിലപാടുകളിലേക്കും നയിക്കുന്നതായും പ്രധാന പങ്ക് വഹിക്കുന്നതായും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. 41 പേരുടെ മരണത്തിനിരയാക്കിയ കരൂർ ദുരന്തത്തിന് പിന്നാലെ പോലീസ് തയ്യാറാക്കിയ FIRൽ തമിഴക വെற்றிക്കഴകം അധ്യക്ഷൻ വിജയ്ക്കെതിരെ ഗുരുതര പരാമർശങ്ങൾ. സംഭവ ദിവസം രാത്രി 9 രജിസ്റ്റർ ചെയ്ത FIRലാണ് വിജയ്ക്കെതിരായ പരാമർശങ്ങളുള്ളത്. നിശ്ചിത സമയപരിധി നിർണ്ണയിച്ചാണ് വിജയ്ക്ക് റോഡ് ഷോയ്ക്കുള്ള അനുമതി നൽകിയതെന്നും എന്നാൽ വിജയ് എല്ലാ പരിധികളും ലംഘിച്ച് അനുമതിയില്ലാതെ റോഡ് ഷോ നടത്തിയതെന്നും FIRൽ പറയുന്നു. 4 മണിക്കൂർ വൈകിയാണ് വിജയ് കരൂരിലെ യോഗസ്ഥലത്തേക്ക് എത്തിയത്. ആളുകൾ അനിയന്ത്രിതമായി എത്തുകയാണെന്നും അതിനാൽ മറ്റിടങ്ങളിൽ ഇറങ്ങുകയോ സ്വീകരണം ഏറ്റുവാങ്ങുകയോ ചെയ്യരുതെന്നും TVK സംസ്ഥാന ഭാരവാഹികൾക്ക് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അത് അവഗണിക്കുകയാണ് അവർ ചെയ്തതെന്നും FIRൽ പറയുന്നു. വിജയ് മനഃപൂർവ്വം സമയം വൈകി എത്തിയതാണെന്നും പോലീസ് ചൂണ്ടിക്കാട്ടുന്നു. ജനക്കൂട്ടത്തെ ആകർഷിക്കുവാനും പാർട്ടിയുടെ ശക്തി പ്രകടനത്തിനുമായിട്ടാണ് വിജയ് അനുമതിയില്ലാതെ റോഡ് ഷോ നടത്തിയതെന്നും പലയിടങ്ങളിലും ഇറങ്ങി സ്വീകരണം ഏറ്റുവാങ്ങിയെന്നും FIRൽ പറയുന്നുണ്ട്. ഹരിയാനയിലെ സ്വകാര്യ സ്കൂളിൽ കുട്ടികളോടുള്ള ക്രൂരമായി പെരുമാറുന്നതിന്റെ വീഡിയോകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിനു പിന്നാലെ കനത്ത പ്രതിഷേധവുമുണ്ട്. ഹരിയാനയിലെ പാനിപ്പത്തിലെ ജാട്ടൽ റോഡിലുള്ള സ്കൂളിൽ കുട്ടികളെ ഉപദ്രവിക്കുന്നതിന് വീഡിയോകളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. സംഭവത്തിൽ സ്കൂൾ പ്രിൻസിപ്പലും സ്റ്റാഫിനുമെതിരെ കേസെടുത്തു. ഹോംവർക്ക് ചെയ്യാത്തതിന്റെ പേരിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥിയെ ജനൽ കമ്പിയിൽ തലകീഴായി കെട്ടിയിട്ട് സ്കൂൾ ബസ് ഡ്രൈവറെ കൊണ്ട് മർദ്ദിക്കുന്ന വീഡിയോ ആണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. തന്റെ മകനെ ഈ സ്കൂളിൽ ചേർത്തതെന്ന് മർദ്ദനത്തിനിരയായ കുട്ടിയുടെ മാതാവ് പറഞ്ഞു. സംഭവത്തിൽ പ്രിൻസിപ്പൽ റീനയും സ്കൂൾ ബസിന്റെ ഡ്രൈവർ അജയെയും കുറ്റക്കാരാണെന്ന് മാതാവ് പറഞ്ഞു. 2ാം ക്ലാസ്സുകാരനെ മർദ്ദിച്ച അജയ് ഇതിന്റെ ദൃശ്യങ്ങൾ വീഡിയോ കോളിലൂടെ സുഹൃത്തുക്കളെ കാണിക്കുകയും വീഡിയോ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തതോടെ കുട്ടിയുടെ വീട്ടുകാരും ഇത് കാണുകയായിരുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലുമായി ഭീകരാക്രമണം സംഘടിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ നിരോധിത സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ച കേസിൽ 2 പേർക്ക് 8 വർഷം വീതം കഠിന തടവ്.
കോയമ്പത്തൂർ ഉക്കടം സ്വദേശികളായിട്ടുള്ള മുഹമ്മദ് അസറുദ്ദീൻ, ഷെയ്ഖ് ഹിദായത്തുള്ള എന്നിവരെയാണ് കൊച്ചിയിലെ NIA പ്രത്യേക കോടതി ശിക്ഷിച്ചത്. ഇവർ കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. IPC 120, UPA സെഷൻ 38, സെഷൻ 39 എന്നീ കുറ്റങ്ങളാണ് ഇവർക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. 3 വകുപ്പുകളും 8 വർഷം വീതം ശിക്ഷയുമാണ് വിധിച്ചതെങ്കിലും ഇത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. 2022 കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിലും പ്രതികളായ ഇരുവരും നിലവിൽ ജയിലിലാണ്. ഇനി കായിക വാർത്തകൾ. സ്പാനിഷ് ലാ ലീഗ ഫുട്ബോളിൽ 1ാം സ്ഥാനത്ത് കുതിക്കുകയായിരുന്ന റയൽ മാഡ്രിഡിനെ അട്ടിമറിച്ച് അയൽക്കാരായ അത്ലറ്റിക്കോ മാഡ്രിഡ്. സ്വന്തം മൈതാനത്തെ കളിയിൽ അത്ലറ്റിക്കോ 5-2 റയലിനെ കീഴടക്കി. ഈ സീസണിലെ റയലിന്റെ ആദ്യ തോൽവിയാണ്. ഇതോടെ ഞായറാഴ്ച നടന്ന മത്സരത്തിൽ റയൽ സൊസാദാദിനെ 2-1 തോൽപ്പിച്ച ബാഴ്സലോണ പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി. റയലിനെതിരായ മത്സരത്തിൽ റോമില്ലി നോർമാൻഡ്, അലക്സാണ്ടർ സോർലോത്ത്, യൂലിയൻ അൽവാരസ്, ആന്റോൺ ക്രീസ്മാൻ എന്നിവരാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ സ്കോറർമാർ. വയലിനായി കിലിയൻ എംബാപ്പയും ആർദ ഗുലറും ഗോൾ നേടി. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 119.20 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.